ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിന് 4 ബോർഡറിലും നമ്മുടെ പേപ്പർ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് ഉണ്ട്, പെയിൻ്റ് ഉണ്ട്, അക്രൈലിക് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുപ്പി പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ പെൻസില്, നമ്മുടെ വെള്ളം, പാലറ്റ്, അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ കൂടുതൽ നല്ല കട്ടിയിൽ വരയ്ക്കരുത് കേട്ടോ. കട്ടിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ പെൻസിലിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് കാണും. നമുക്കറിയാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആകാശമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നീലയും വെള്ളയും കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു ആകാശം, മല, പുഴ, പിന്നെ കുറച്ച് പുല്ല്, മരങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു പെയിൻറ്റിങ്ങാണ് കേട്ടോ ചെയ്യുന്നത്, ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്. അപ്പോൾ ഇത് പറയുമ്പോൾ അത്യാവശ്യത്തിന് ഒരു ബിഗിനറിന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കാരണം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പെയിൻറ്റിംഗ് ഒന്നും പഠിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ മലകൾ ചെയ്യുകയാണ്. അപ്പം മലകൾക്ക് അകലെയുള്ള മലകൾ ഇതേപോലെ ഒരു ആഷ് കളറ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. വൈറ്റും ബ്ലാക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തതിന് ശേഷം വൈറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ, ഇങ്ങനെ ഒരു ഔട്ട് കൊടുക്കുകയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മലകൾക്ക് ആദ്യം നീല ഫുള്ള് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇതേപോലെ പച്ച കൊണ്ട് ആദ്യം ചെയ്യും, എന്നിട്ട് പിന്നെ വെള്ളം കൊണ്ട് ചെയ്യും. നിങ്ങൾക്കിത് കണ്ടാൽ ഒരുവിധം മനസ്സിലാവും. കുറച്ച് സ്പീഡാക്കിയിട്ടാണ് ഞാനത് ചെയ്യണത്. കാരണം നമുക്കത് ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് സ്പീഡൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരുവിധം എല്ലാതും തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് ഒരുവിധം ബേസിക് ആയിട്ടുള്ള ഷെയ്ഡിങ് ഞാനതിൽ കാണിക്കുന്നുണ്ട്. കൂടുതൽ ആധികാരികമായിട്ട് ചെയ്യാൻ എനിക്കറിയില്ല. നമ്മൾക്ക് പെയിൻറ്റിങ് പഠിച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല വർക്ക്ഷോപ്പുകളും പിന്നെ എക്സിബിഷൻസൊക്കെ നടത്തുമ്പോൾ ഇവിടെ ആർട്ടിസ്റ്റുകളൊക്കെ വരും. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞിരുന്നില്ല. അവരിങ്ങനെ ചെയ്യുന്ന പെയിൻറ്റിങ്ങൊക്കെ നമ്മൾ പിന്നിൽ നിന്ന് കാണുക. പിന്നെ നമ്മൾ പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഞാൻ പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെയാവും കൂടുതൽ പങ്കെടുക്കുക. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ പെയിൻറ്റിങ്ങിൻ്റെ അവിടേക്ക് പോകും. അവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കലൊക്കെ, അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കുറേ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഫോണൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ ഫോണിൽ നിന്ന് യൂട്യൂബിൽ നിന്നും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത് പഠിക്കുമ്പോൾ എന്ന് പറയും വല്ല പേപ്പറോ സ്കെച്ച് ബുക്കൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ നല്ല കട്ടിയുള്ള പേപ്പേഴ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ചാർട്ട് പേപ്പർ, അതിലൊക്കെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം ക്യാൻവാസൊക്കെ, ഒരു കുഞ്ഞ് ക്യാൻവാസ് ബോർഡൊക്കെ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ക്യാൻവാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് പേപ്പറിലും ഇതിലൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക ആദ്യം തന്നെ. അപ്പം നമ്മൾ മലയുടെ ഒരു ഏകദേശം ഒരു രൂപത്തിൽ കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മല ചെയ്യാന്ന്. അപ്പോൾ വേറെ തരത്തിലൊക്കെ മല ചെയ്യും, മഞ്ഞുമലകൾ, പിന്നെ വേറെ മൗണ്ടെയിൻസിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെയൊക്കെ കുറേ ആർട്ടിസ്റ്റുകൾ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് ചെയ്യാറ്, കാരണം ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പുല്ലുകൾ, ഒരു താഴ്വാരം പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബേസായിട്ട് ഇതേപോലെ മഞ്ഞ, നീലയും വെള്ളയും പിന്നെന്താ പച്ച കൂടിയിട്ട് അങ്ങനെ ആദ്യം തന്നെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളാണ് കൂടുതൽ ഷെയ്ഡിങ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ നടുക്കി കൂടെ പുഴയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ വല്ല മരങ്ങളോ പുല്ലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുഴയുടെ അടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് കൂടിയിട്ട് നമ്മൾ പുഴയിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് വരും നമുക്ക്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ വെള്ളയും നീലയും ഒക്കെ കൊടുത്തിട്ട് ആദ്യം തന്നെ ഒരു ബേസിക് ആയിട്ടൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക, നമുക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന്. പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് മണ്ണ്, നമ്മുടെ ഈ താഴ്വാരത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് പുഴയോട് കൂടി ചേർന്നിട്ട് ഇങ്ങനെ മണ്ണും കല്ലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു മണ്ണാണ് കേട്ടോ ഈ ബ്രൗൺ കൊണ്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ ബ്രൗൺ കളർ എടുത്തിട്ട് പിന്നെ വൈറ്റ് കൊണ്ടൊക്കെ ഒരു ഷെയ്ഡ് കൊടുത്ത് ഏറ്റവും അവസാനം നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ഒരു
പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ പഴയൊരു മ്യൂറൽ വർക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വലിയൊരു ക്യാൻവാസ് റോൾ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ക്യാൻവാസ് ഉണ്ട്, പെയിൻറ്റിങ് ചെയ്യട്ടെ ചോദിച്ചപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു ചെയ്തോ ചേച്ചി, ചെയ്യണം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും നമ്മൾ ഒരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്യാൻവാസ് പെയിൻറ്റിങ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. ബോട്ടിലൊക്കെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാൻവാസ് പെയിൻറ്റിങ് ആദ്യമായിട്ടാണ്. പിന്നെ കുറച്ച് മരങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ സൈഡിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഒന്നിങ്ങനെ മരത്തിൻ്റെ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നമ്മൾ എവിടെയാണോ ലൈറ്റ് എവിടെ നിന്നാണോ വരുന്നത് നമ്മൾ നമ്മുടെ പെയിൻറ്റിൽ കാണിക്കുന്ന ആ ഭാഗത്ത് നിന്ന് നമ്മൾ വൈറ്റ് കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ ബ്രൗണും മഞ്ഞയും ഒക്കെ ഓറഞ്ചൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ വലിയ മരം, തടിയുള്ള മരം, പൊത്തും അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെയാണ് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ മരം ചെയ്യേണ്ടത്. പിന്നെ അപ്പുറത്ത് പുല്ലുകൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യം നീല കൊണ്ട് കുത്തിട്ട് കൊടുത്തു, പിന്നെ പച്ച, പിന്നെ മഞ്ഞ, അങ്ങനെയായിട്ട് നമ്മൾ പുല്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പൂക്കളും ഒക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നതെന്നുള്ളൂ. ഡാർക്ക് സൈഡും ലൈറ്റ് ഷെയ്ഡൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് എന്ന് പറയുന്നത് ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അധികം കട്ടിയില്ലേ ബ്രഷിന്, അപ്പോൾ അതിങ്ങനെ കോറൽ വീഴുകയാണ് ഷെയ്ഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്നും കൂടി ഒന്ന് വിരിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ മരങ്ങൾക്കൊക്കെ ഇലകൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ കുത്തിയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മരത്തിന് നമ്മൾ ആദ്യം തന്നെ കറുപ്പ് കൊണ്ട് അങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം പിന്നെ പച്ച, പിന്നെ മഞ്ഞ, അങ്ങനെയായിട്ടാണ് കേട്ടോ നമ്മൾ മരങ്ങൾക്ക് പിന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബ്രഷിനൊക്കെ ഒരു തഴക്കം വരണം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ, പെയിൻറ്റിങ് ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ പറയുമ്പോൾ 8ാം ക്ലാസ് മുതൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിൻ്റെ മത്സരത്തിന് പോയിരുന്നു തുണിയിലിങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നമ്മൾ പെയിൻറ്റ് ചെയ്ത് എനിക്ക് ബ്രഷിന് തഴക്കം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പെയിൻറ്റിങ് നമ്മൾ അങ്ങനെ ചെയ്തു തരുന്നില്ല എന്ന് മാത്രം. ഇപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ഓരോന്ന് ചെയ്തു തുടങ്ങിയത്. പക്ഷേ റിയലിസ്റ്റിക് പെയിൻറ്റിംഗ് ഒന്നും നമ്മളെ കൊണ്ട് കൂട്ടിയേ പറ്റില്ല. പിന്നെ ഫേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ബേസിക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. റിയലിസ്റ്റിക് പെയിൻറ്റിംഗ് ഒന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതിനുള്ളതൊന്നും എത്തിയിട്ടില്ല നമ്മൾ. പിന്നെ നമ്മളിത് പുഴയുടെ അവിടേക്കൊക്കെ നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആദ്യം തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പച്ച, മഞ്ഞ, നീല അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ പുഴയുടെ സൈഡിൽ നിൽക്കുന്ന ചെടികളുടെ അവിടേക്കൊക്കെ നമ്മളിങ്ങനെ പച്ച കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. അവസാനം നമ്മൾ ഒരു വിധമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമ്പോൾ നമ്മൾ ഇതേപോലെ ബ്ലാക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് എടുത്തിട്ട് അങ്ങനെ ഈ പുല്ലിൻ്റെ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഒരു റിഫ്ലക്ഷൻ പോലെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡിലൊക്കെ മണ്ണിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇതേപോലെ ഒരു 3D ലുക്ക് പോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മരത്തിൻ്റെ അവിടെ. പിന്നെ മരത്തിൻ്റെ ആ സൈഡിൽ ഒരു ചെറിയൊരു ഭാഗം നമ്മളിങ്ങനെ പോർഷൻ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ കുറച്ച് ബ്ലാങ്ക് പോലെ തോന്നിയപ്പോൾ നമ്മളവിടെ കുറച്ച് മരത്തിൻ്റെ ഒരു ജസ്റ്റ് സൈഡ് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആദ്യം തന്നെ പച്ച, മഞ്ഞ, നീല അതൊക്കെ വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ചുവപ്പ് പൂവ് കൊടുക്കുന്നുണ്ട്. പൂ പോലെ ഒരു ചുവപ്പ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും അവസാനമാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ അത് ഈ സൈഡിൽ നമ്മുടെ പാടത്തൊക്കെ കാണില്ലേ പുല്ലുകൾ പോലെ ഒരു ഇങ്ങനെ, അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ ടച്ചിങ് ആണ് നമ്മുടെ മലകൾക്കും പിന്നെ എവിടേക്കാണ് ബ്ലാക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, മഞ്ഞ വെള്ള കൊണ്ടൊക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളത്തിന് നമ്മുടെ പുഴയിലത്തെ വെള്ളത്തിന് ഓളങ്ങളായിട്ട് കുറച്ച് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ വരകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഒരുവിധം ഒരു ഫിനിഷിങ് വരും. പിന്നെ നമ്മളൊക്കെ ബ്ലാക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യണം. ബ്ലാക്ക്, വൈറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരെ വെച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം. നമ്മുടെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഹൈലൈറ്റിങ് ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബ്ലാക്ക് വെച്ചിട്ടും വൈറ്റ് വെച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ നിഴലുകൾ റിഫ്ലക്ഷൻസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുല്ലുകളൊക്കെ ഇങ്ങനെ ഡാർക്ക് ബ്ലൂ കൊണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ള് നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവസാനം നമ്മൾ ബോർഡറായിട്ട് ഇട്ടിട്ടില്ലേ പേപ്പർ ടേപ്പ്, അത് നമ്മൾ കളയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല, അതായത് ബോർഡറൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ ഫുള്ള് നമ്മൾ ഹൈലൈറ്റിങ് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണ് കേട്ടോ ലുക്ക് എന്ന് പറയണത്. അപ്പോൾ ബ്ലാക്കൊക്കെ ഒന്നും കൂടി നമ്മുടെ പുഴയോട് കൂടി ചേർന്നിരിക്കുന്ന ചെടികൾക്കൊക്കെ നന്നായിട്ട് ബ്ലാക്ക് തന്നെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മലകൾക്ക് അകലെയുള്ള ചെടികൾക്ക് പിന്നെ പൂക്കൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ അവസാനത്തെ ഒരു ഹൈലൈറ്റിങ് കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ ഇത്രയ്ക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, പറ്റാവുന്ന പോലെ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പിന്നെ പേപ്പർ ടേപ്പ് നമ്മൾ ബോർഡറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദൂരിയപ്പോൾ ഒരു ബോർഡർ ഒരു ഫിനിഷിങ് വന്നില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇതിൽ നന്നായിട്ട് ചെയ്തിട്ട് ടൈപ്പിക്കൊക്കെ അയച്ചു തരാം കേട്ടോ. ഈ പെയിൻറ്റിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. താങ്ക്